ഇറാൻ പ്രക്ഷോഭത്തിൽ ആദ്യമായി പ്രതികരിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് മറുപടിയായാണ് ഖമേനി എത്തിയത്. ശത്രുക്കൾക്ക് കീഴടങ്ങില്ലെന്നും ശത്രുക്കളെ മുട്ടുകുത്തിക്കുമെന്നും ഖമേനി പ്രഖ്യാപിച്ചു. ഇറാനിലെ വ്യാപാരികൾ നടത്തുന്ന പ്രതിഷേധം ന്യായമാണെന്ന് ഖമേനി പറഞ്ഞു. എന്നാൽ ശത്രുക്കൾ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിച്ചാൽ നേരിടുമെന്നും ഖമേനി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ സമരങ്ങൾ സ്വാഭാവികമാണെന്നും ഖമേനി പറഞ്ഞു. എന്നാൽ ഈ അവസ്ഥ ശത്രുക്കൾ സൃഷ്ടിച്ചതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിഷേധക്കാർക്കിടയിൽ ശത്രുക്കൾ നുഴഞ്ഞുകയറി കലാപം സൃഷ്ടിക്കുകയാണ്. അത് അംഗീകരിക്കില്ല. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ്. ജനങ്ങൾ അതിനൊപ്പം നിൽക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു. വിലക്കയറ്റത്തിനെതിരെ ഇറാനിൽ തുടങ്ങിയ പ്രക്ഷോഭം മറ്റൊരു ദിശയിലേക്കാണ് നീങ്ങിയത്. ഭരണമാറ്റം ആവശ്യപ്പെട്ടാണ് ഇറാനിലെ യുവാക്കൾ തെരുവുകളിൽ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ളവർ രാജ്യം വിടണമെന്ന ആവശ്യമാണ് അവർ ഉയർത്തുന്നത്. ഇറാനിൽ 31 പ്രവിശ്യകളാണുള്ളത്. ഇവയിൽ 17 പ്രവിശ്യകളിലും പ്രതിഷേധം ശക്തമാണ്. പ്രതിഷേധക്കാർക്കെതിരെ നടത്തിയ വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. റിയാലിൻ്റെ വിലയിടിഞ്ഞതും ഇതേ തുടർന്ന് വിലക്കയറ്റം അതിരൂക്ഷമായതുമാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. പിന്നീടാണത് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിക്കെതിരായ പ്രതിഷേധമായി മാറിയത്. തെഹ്റാനിൽ തുടങ്ങിയ കലാപം രാജ്യത്തിൻ്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. ഇതോടെ പോലീസിനെ ഉപയോഗിച്ച് സമരക്കാരെ സർക്കാർ നേരിട്ടു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. രാജ്യത്തെ 10 സർവകലാശാലകളിലും പ്രതിഷേധം അരങ്ങേറുകയാണ്. മുല്ലമാർ രാജ്യം വിടണമെന്ന മുദ്രാവാക്യമാണ് പ്രതിഷേധക്കാർ മുഴക്കുന്നത്. വിലക്കയറ്റത്തിനെതിരെ ഇറാനിലെ വ്യാപാരികളാണ് ഡിസംബർ 27-ന് പ്രതിഷേധം തുടങ്ങിയത്. അത് മറ്റിടങ്ങളിലേക്കും വ്യാപിച്ചു. രാജ്യം വിലക്കയറ്റത്തിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വീണു. ജനങ്ങൾ വീർപ്പൂട്ടി തുടങ്ങിയതോടെയാണ് പ്രതിഷേധം അരങ്ങേറിയത്. US ഇറാനുമേൽ ഉപരോധവും ഭീഷണിയും കടുപ്പിച്ചതോടെയാണ് രാജ്യം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് കൂപ്പുകുത്തിയത്. പ്രക്ഷോഭകരെ ഇറാൻ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചു. അത് തിരിച്ചടിയായി. പ്രതിഷേധം കുറയുകയല്ല, ശക്തമാവുകയാണ് ചെയ്തത്. വിലക്കയറ്റത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭം വൈകാതെ ഖമേനി ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭമായി മാറി. പ്രക്ഷോഭകരുമായി ചർച്ച നടത്താൻ ആഭ്യന്തരമന്ത്രിയോട് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും പെസഷ്കിയാൻ അറിയിച്ചു. അതിനിടെ ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് പിന്തുണയുമായി US രംഗത്തെത്തി. തെഹ്റാൻ സർവകലാശാലയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ എക്സിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പങ്കുവച്ചു. വിദ്യാർത്ഥികളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കരുതെന്നും US ആവശ്യപ്പെട്ടു. ഇറാനിലെ സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് US എന്നും റിപ്പോർട്ടുകൾ വന്നു. എന്നാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്നാണ് ഇറാൻ US-ന് മുന്നറിയിപ്പ് നൽകിയത്.